ഹലോ എവരി വൺ. അപ്പോൾ നമ്മുടെ ആനുവൽ എക്സാം വളരെ അടുത്തെത്തിയിട്ടുണ്ട്. എല്ലാവരും അതിൻ്റെ പ്രിപ്പറേഷനിലായിരിക്കും. കുറേ ആളുകളൊക്കെ ഇതിന് മുന്നേ തന്നെ ചിലപ്പോൾ കുറച്ചൊക്കെ പഠിച്ചു വെച്ച ആളുകളുണ്ടാവും, ചിലർ ഇതുവരെ ഒന്നും തുടങ്ങാത്ത ആളുകളുണ്ടാവും. എനിവേ, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള, കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ സ്കൂളിലുള്ള എക്സാമിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എവറി ഇയർ, എല്ലാ വർഷങ്ങളിലും ക്വസ്റ്റ്യൻ പാറ്റേൺ ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻ്റെ സ്റ്റൈൽ ആയിക്കോട്ടെ, ഈവൻ ചില സമയത്തൊക്കെ ജസ്റ്റ് വാല്യൂസ് മാറ്റിയിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരെ വരാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടാകും എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന അതിൻ്റെ കൂടെ തന്നെ മുൻ വർഷങ്ങളിൽ അതേ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻസ് കൂടി പ്രാക്ടീസ് ചെയ്തിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഏതൊരു എക്സാം ആണെങ്കിലും നമ്മൾ കുറേ പ്രിപ്പയർ ചെയ്ത് കുറേ കാര്യങ്ങൾ പഠിച്ചു, തിയറി പഠിച്ചു, അതിൽ വേറെ എന്തൊക്കെയോ ചെയ്തു, ഇതൊക്കെ നടന്നിട്ടുണ്ടാവും. എന്നാൽ പോലും അതിൽ സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻ പേപ്പർ, അതിൻ്റെ പാറ്റേൺ, സ്റ്റൈൽ ഓഫ് ക്വസ്റ്റ്യൻ, ഇതെല്ലാം നമ്മൾ ഫെമിലർ ആയിരിക്കണം. അപ്പോഴേ എക്സാം ഹാളിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ ഇതിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക, ഇനി ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് എങ്ങനെയാണ് ആൻസർ ചെയ്യുക എന്നുള്ളത് എക്സാം ഹാളിൽ ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ, നിങ്ങൾക്കറിയാം എക്സാമിൻ്റെ ടൈം ഒരുപാടൊന്നും ഉണ്ടാവില്ല, വളരെ കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ. ആ സമയത്തിൻ്റെ അകത്ത് നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് അവിടെ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു നോട്ട്, ഓക്കെ, നമ്മളിവിടെ ചെയ്യുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻ അടങ്ങുന്ന നോട്ട് നമ്മുടെ എക്സാം വൈയുടെ ക്ലാസ് 8 കമ്മ്യൂണിറ്റിയിൽ വരുന്നതാണ്. നിങ്ങൾ ആരെങ്കിലും കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് കാണാൻ പറ്റും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലാണ് നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്ന് കഴിയുന്ന പോലത്തെ നമ്മുടെ ക്ലാസ്സുകളുടെ നോട്ട്സ് ആയിക്കോട്ടെ, മറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ആയിക്കോട്ടെ, എല്ലാം വരുന്നത് ആ ഒരു കമ്മ്യൂണിറ്റിയിലായിരിക്കും. ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, പെട്ടെന്ന് ചെയ്ത് നോക്കിയിട്ട് അത് തന്നെയാണോ ആൻസർ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ രണ്ട് ബെനിഫിറ്റ്സ് ആണ്. ഒന്ന്, നമ്മൾ എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യൻസ് ഒക്കെ ഫെമിലിയർ ആകുന്നു. രണ്ടാമത്തെ, നിങ്ങൾ സ്വയം ഒന്ന് പ്രാക്ടീസ് ചെയ്യും കൂടി ചെയ്യുന്നു. രണ്ട് ബെനിഫിറ്റ്സ് കിട്ടും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ചിത്രത്തിൽ ആംഗിൾ എ ഒ ബി ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി, എ ബി ഇസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇൻ ദ ഫിഗർ ആംഗിൾ എ ഒ ബി ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി, എ ബി ഇസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ. ഇത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എ ഒ ബി എന്ന് പറയുന്ന ഈ ഒരു ആംഗിൾ ആണെന്നൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സർക്കിളാണ്, ഇത് സെൻറ്റർ ആണ്. ഓക്കെ, പിന്നെ പറഞ്ഞിട്ടുള്ളത് എ ബി 3 ആണ് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. എ ബി എന്ന് പറയുന്ന ആൾ 3 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആംഗിൾ എയുടെ അളവ് എന്ത്? വാട്ട് ഇസ് ദ മെഷർ ഓഫ് ആംഗിൾ എ? ആംഗിൾ എ എന്ന് പറയുന്ന ആരാ? ഈ ഒരു ആംഗിളാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി, ഇവിടെയുള്ള ഈ ഒരു ട്രയാംഗിളിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താ സ്പെഷ്യാലിറ്റി? ഇവിടെയുള്ള ഒ എ എന്ന് പറയുന്ന ആളും ഒ ബി എന്ന് പറയുന്ന ആളും ഈക്വൽ ലെങ്ത്തുകളാണ്. കാരണം ഇവർ രണ്ട് പേരും റേഡിയസ് ആണ്, അല്ലേ? ഈ ഒരു സർക്കിളിൻ്റെ സെൻറ്റർ ആയിട്ടുള്ള ഓയിൽ നിന്നുള്ള രണ്ട് റേഡിയസുകളാണ് ഒ എയും ഒ ബിയും. അതുകൊണ്ട് തന്നെ ഒ എ ഇസ് ഈക്വൽ ടു ഒ ബി എന്ന് നമുക്ക് പറഞ്ഞൂടെ. ഒ എയും ഒ ബിയും ഈക്വൽ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിൻ്റെ, ഒ എ ബി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ 2 സൈഡ്സ് ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ അതൊരു ഐസോസിലസ് ട്രയാങ്കിളാണ്, സമപാർശ്വ ത്രികോണമാണ്. ഐസോസിലസ് ട്രയാങ്കിൾ ആകുമ്പോഴുള്ള സ്പെഷ്യാലിറ്റി എന്താ? ഈക്വൽ സൈഡുകളുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇയാളുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും ഇയാളുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ബി എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്, സമപാർശ്വ ത്രികോണമാണ്. അതുകൊണ്ട് തന്നെ ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി നമുക്കറിയാം ഈ ഒരു ആംഗിൾ 60 ഡിഗ്രിയാണ്. ഒരു ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിൾസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടണം? 180 കിട്ടണം. അപ്പോൾ അവിടെയുള്ള ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഒ, ഇവർ 3 പേരും ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടണം? 180 കിട്ടണം. ആംഗിൾ ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ എ ഒ ബി തന്നെയാണ് കേട്ടോ, ഞാൻ ജസ്റ്റ് ഒ എന്ന് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ അതിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഒ അല്ലെങ്കിൽ ആംഗിൾ എ ഒ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ഡിഗ്രി ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 60 ഡിഗ്രി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് വരും. ഓക്കെ, ഇനി ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഇസ് ഈക്വൽ ടു, അപ്പോൾ എന്ത് വരും? 60 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 180 മൈനസ് 60 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 120 ഡിഗ്രി എന്ന് വരുമല്ലോ.
അല്ലേ 120 180 60 പോയാൽ. അപ്പോൾ ഇവിടെയുള്ള ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണെന്ന് നമുക്കറിയാം. മാത്രമല്ല അവർ രണ്ട് പേര് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 120 കിട്ടണം. അപ്പോൾ രണ്ട് പേര് ഈക്വൽ ആണെങ്കിൽ ഇവർ ഓരോരുത്തരും എത്ര വീതം ആയിരിക്കണം? 60 ആയിരിക്കണ്ടേ? ഇത് 60 ഡിഗ്രിയും ഇത് 60 ഡിഗ്രിയും. അപ്പോഴല്ലേ രണ്ട് പേര് ആഡ് ചെയ്യുമ്പോൾ 60യും 60യും ആഡ് ചെയ്താൽ 120 കിട്ടും ചെയ്യും. ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആവും ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എയുടെ മെഷർമെൻറ്റ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 60 ഡിഗ്രിയാണ് വരിക, 60 ഡിഗ്രി. അടുത്തത് വൃത്തത്തിൻ്റെ ആരം എത്രയാണ്, അല്ലെങ്കിൽ വാട്ട് ഇസ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ. ഇപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ആംഗിൾ എ എന്ന് പറയുന്ന ആൾ 60 ഡിഗ്രിയാണ്, ആംഗിൾ ബി എന്ന് പറയുന്ന ആളും 60 ഡിഗ്രിയാണ് അല്ലേ. ഇത് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് അവിടുന്ന് കിട്ടിയിട്ടുള്ളൊരു സംഭവമാണ്. ആംഗിൾ എ 60 ഡിഗ്രി, അതുപോലെ ആംഗിൾ ബി 60 ഡിഗ്രി, എ ബി 3 സെൻറ്റിമീറ്റർ ആണെന്ന് ഓൾറെഡി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയേ, ഇത് ആദ്യം നമുക്ക് ഉണ്ടായിരുന്ന ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഐസോസിലസ് ആണ് അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണമാണ് എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ ആംഗിൾസ് കണ്ടുപിടിച്ചപ്പോൾ 60 60 60 3 ആംഗിൾസും 3 ആംഗിൾസും 60 ആണെങ്കിൽ അയാളെയാണ് നമ്മൾ എന്ത് പറയാറുള്ളത്? ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയാറുള്ളത് അല്ലേ, സമഭുജ ത്രികോണം എന്ന് പറയാറുണ്ട്. ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ 3 സൈഡുകളും 3 സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സൈഡ് 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ബാക്കി വരുന്ന 2 സൈഡുകളും എത്ര തന്നെയായിരിക്കും? 3 സെൻറ്റിമീറ്റർ ഈച്ച് ആയിരിക്കും. അപ്പോൾ ഇവിടെയുള്ള ബാക്കിയുള്ളത് ഏത് സൈഡ് ചോദിച്ചു കഴിഞ്ഞാലും 3 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ ക്വസ്റ്റ്യൻ ചോദിച്ചത് വൃത്തത്തിൻ്റെ ആരം അഥവാ വാട്ട് ഇസ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ എന്നുള്ളതാണ്. റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OA അല്ലെങ്കിൽ OB ഏതെങ്കിലും ഒരു ലെങ്ത് കിട്ടിയാൽ മതി. അപ്പോൾ അത് എത്ര തന്നെയാണ്? 3 സെൻറ്റിമീറ്റർ തന്നെയാണ്, 3 സെൻറ്റിമീറ്റർ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ഇത്രയൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇനി ആർക്കെങ്കിലും എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുഴുവൻ സ്റ്റെപ്പുകൾ ചെയ്തത്. ഇവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് 60 ആണെങ്കിൽ ബാക്കി 2 പേരും ആഡ് ചെയ്താൽ 120 കിട്ടണം എന്നുള്ളതും, അപ്പോൾ 60 60 എന്നുള്ള രീതിയിൽ 120യുടെ ഹാഫ് എന്നുള്ള രീതിയിൽ ആവണം എന്നുള്ളതും ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലേ. സിമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കുന്നതാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ ഈ ഒരു ക്വസ്റ്റ്യൻ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ABCD ഒരു സമചതുരമാണ്. AB is equal to 4 സെൻറ്റിമീറ്റർ. ABCD is a square. AB is equal to 4 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ AB 4 ആണെങ്കിൽ തന്നെ ബാക്കിയുള്ള സൈഡുകളൊക്കെ 4 തന്നെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണ്. ക്വസ്റ്റ്യനിൽ പറയേണ്ട ആവശ്യമില്ല. കാരണം സമചതുരമാണ്, സ്ക്വയർ ആണ്, എല്ലാ സൈഡുകളും ഈക്വൽ ആണ്. ഇനി എന്താ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ? സമചതുരത്തിൻ്റെ ചുറ്റളവ് എന്താണ്? വാട്ട് ഇസ് ദ പെരിമീറ്റർ ഓഫ് ദി സ്ക്വയർ? ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് അഥവാ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ 4A എന്നുള്ളതാണ്. 4A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഇവിടെയുള്ള 4 സൈഡുകളും ഒരേ ലെങ്ത്തുകളാണ് വരിക ഈ സ്ക്വയർ ആയതുകൊണ്ട്. അപ്പോൾ A+A+A+A എന്ന് ഓരോ സൈഡും ആഡ് ചെയ്യുന്നതിന് പകരം 4 ഇൻറ്റു ഒരു സൈഡ് ചെയ്താൽ മതി, സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്. അപ്പോൾ 4 ഇൻറ്റു ഒരു സൈഡിന് ലെങ്ത്ത് 4 തന്നെയാണ്. സോ 4 ഇൻറ്റു 4 16 സെൻറ്റിമീറ്റേഴ്സ് എന്നുള്ളതായിരിക്കും ആൻസർ വരിക, 16 സെൻറ്റിമീറ്റേഴ്സ്. ഇനി സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളവും ചുറ്റളവും തമ്മിലുള്ള അംശബന്ധം എഴുതുക. ഓക്കെ, വാട്ട് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ ലെങ്ത് ഓഫ് എ സൈഡ് ആൻഡ് ദ പെരിമീറ്റർ? അതായത് ലെങ്ത് ഓഫ് ദ സൈഡ് A ആണ്, പെരിമീറ്റർ P ആണ്. എയും പിയും തമ്മിലുള്ള റേഷ്യോ ആണ് കിട്ടേണ്ടത്, A:P. അപ്പോൾ നിങ്ങളിവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ പറഞ്ഞ ഒരു റിലേഷൻ ഉണ്ട്, P is equal to 4A എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. P is equal to 4A. നിങ്ങൾക്കറിയാലോ A:P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ഫ്രാക്ഷൻ ആക്കിയാൽ അത് A/P ആക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മൾ ഏതൊരു റേഷ്യോ ഉണ്ടെങ്കിലും, ഇപ്പോൾ 2:3 എന്ന് പറയുന്ന റേഷ്യോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അയാളെ ഫ്രാക്ഷൻ ആക്കുമ്പോൾ 2/3 എന്ന് പറയാം അല്ലേ. 2/3 തന്നെയാണ് 2:3 ആക്കുക. അല്ലെങ്കിൽ വേറെ റേഷ്യോ 1:2 ഉണ്ടെങ്കിൽ അയാൾ നിങ്ങൾക്ക് 1/2 എന്ന് പറയാം. അല്ലെങ്കിൽ 4:7 ഉണ്ടെങ്കിൽ അയാൾ 4/7 എന്ന് പറയാം അല്ലേ. ഫ്രാക്ഷൻ ആക്കിയിട്ട് ആ രീതിയിൽ പറയാൻ പറ്റും. ഫസ്റ്റത്തെ ആളെ ന്യൂമറേറ്ററും രണ്ടാമത്തെ ആളെ ഡിനോമിനേറ്ററും ആക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ A:P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ A/Pക്ക് ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ A/P ഇവിടുന്ന് ഉണ്ടാക്കി എടുത്തൂടെ? നിങ്ങൾ നോക്കിയേ, ഞാൻ ഈ 4നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എന്താ വരിക? P/4 is equal to A എന്ന് വരും. ആ 4നെ അവിടുത്തെ മൾട്ടിപ്ലിക്കേഷനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഡിവിഷൻ ആകും. ഇനി ഈ P ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ബാക്കി മുകളിൽ 1 ഉണ്ടാവുള്ളൂ, താഴത്തെ 4 അവിടെ തന്നെ ഉണ്ടാവും. കാരണം അവിടുത്തെ P പോയി, അപ്പുറത്തോട്ട് പോയി. അപ്പോൾ അവിടെ ന്യൂമറേറ്ററുള്ള P അപ്പുറത്തോട്ട് പോകുമ്പോൾ താഴോട്ട് ഡിനോമിനേറ്ററിലോട്ട് വരും, A/P എന്ന് വരും. A/P റെഡി അല്ലേ? അപ്പോൾ A/Pയുടെ വാല്യൂ 1/4 ആണെന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? A/P 1/4 ആണ്. അങ്ങനെയാണെങ്കിൽ A:P എന്നുള്ളത് എങ്ങനെ പറയാൻ പറ്റും? 1:4 ആണെന്ന് പറയാൻ പറ്റും അല്ലേ. 1:4 ആണ്.
ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഴുവൻ സ്റ്റെപ്പുകൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. ശരിക്കും ഇത്രയൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് തന്നെ A:P ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പറയാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ മീനിങ് എന്താ? A1 ആണെങ്കിൽ പെരിമീറ്റർ അതിൻ്റെ 4 ടൈംസ് ആയിരിക്കും. നേരത്തെ അതല്ലേ നമ്മൾ പറഞ്ഞത്. A4 ആകുമ്പോൾ 4ൻ്റെ 4 ടൈംസ് ആണ് ഇവിടെ വരിക, അപ്പോൾ 16 ആകും. അപ്പോൾ A എത്രയാണോ അയാളുടെ 4 ടൈംസ് ആണ് പെരിമീറ്റർ എന്നുള്ള ഐഡിയ ആണ് ഇവിടെ ഉണ്ടാക്കേണ്ടതുള്ളൂ. റെഡി അല്ലേ? ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അടുത്ത ക്വസ്റ്റിലോട്ട് മൂവ് ചെയ്യാം. 12 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള ഒരു ചതുരം വരയ്ക്കുക. ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് ഏരിയ 12 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. നിങ്ങൾക്കറിയാം ഒരു റെക്ടാങ്കിളിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ? ജസ്റ്റ് റെക്ടാങ്കിൾ ഇവിടെ പ്ലോട്ട് ചെയ്യാം. ഒരു റെക്ടാങ്കിളിന് ഒരു ലെങ്ത് ഉണ്ടാകും, അതുപോലെ തന്നെ ഒരു ബ്രെഡ്ത്ത് ഉണ്ടാകും അല്ലേ? നീളം ഉണ്ടാകും, വീതി ഉണ്ടാകും. അയാളുടെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ലെങ്ത്തിൻ്റെ വാല്യൂവും ബ്രെഡ്ത്തിൻ്റെ വാല്യൂവും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് ഏരിയ കിട്ടുക. ആ കിട്ടേണ്ട ഏരിയ എത്രയാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്? 12 ആവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്ത് കഴിഞ്ഞാൽ 12 ആകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 കിട്ടുന്ന രീതിയിലുള്ള ആരെ വേണമെങ്കിലും നമുക്ക് എന്താക്കി എടുക്കാം? ലെങ്ത് ആയിട്ടും ബ്രെഡ്ത്ത് ആയിട്ടും എടുക്കാം. ഫോർ എക്സാമ്പിൾ ലെങ്ത് ഞാൻ 12 എടുത്തു, ബ്രെഡ്ത്ത് ഞാൻ 1 എടുത്തു. 12 × 1 പറ്റൂലേ? 12 ആൻസർ കിട്ടും. അല്ലെങ്കിൽ ലെങ്ത് ഞാൻ 6 എടുത്തു, ബ്രെഡ്ത്ത് 2 എടുത്തു. 6 × 2 പറ്റില്ലേ? പറ്റും. അല്ലെങ്കിൽ 4 × 3 12 കിട്ടും. അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 കിട്ടുന്ന ഏത് രണ്ട് വാല്യൂസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റെക്റ്റാങ്കിൾ പ്ലോട്ട് ചെയ്യാം. ലെങ്ത് 12ഉം ബ്രെഡ്ത്ത് 1ഉം എടുക്കാം, കാരണം 12 × 1 12 ആണ്. ലെങ്ത് 6ഉം ബ്രെഡ്ത്ത് 2 എടുക്കാം, 6 × 12 ആണ്. ലെങ്ത് 4ഉം ബ്രെഡ്ത്ത് 3ഉം എടുക്കാം, 4 × 3 12 ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സെറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റെക്റ്റാങ്കിൾ പ്ലോട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ റെക്റ്റാങ്കിൾ പ്ലോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ. ലെങ്ത്ത് പ്ലോട്ട് ചെയ്യുന്നു, പെർപ്പനിക്കുലറായിട്ട് ബ്രെഡ്ത്ത്, ഇങ്ങോട്ട് ലെങ്ത്ത്, ഇങ്ങോട്ട് ബ്രെഡ്ത്ത്. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൽ ഏത് സെറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് എഴുതാണ്. റെഡി അല്ലേ? ഇനി ഡെസിമൽ വാല്യൂസ് വെക്കുകയാണെങ്കിൽ കൂടുതൽ വാല്യൂസ് ഇനിയും പോസിബിൾ ആണ്. റെഡി? ഈസി ആയിട്ടുള്ള കുറച്ച് വാല്യൂസ് ഞാൻ എടുത്ത് കാണിച്ചു തന്നേ ഉള്ളൂ. ക്ലിയർ? അടുത്ത് x + y = 0, x = 2 എന്നെടുത്താൽ y എത്ര? x + y = 0 if x is taken as 2, what is y? അപ്പോൾ x + y ചെയ്യുന്ന സമയത്ത് ആൻസർ 0 കിട്ടണം എന്ന് പറയുന്നുണ്ട്. ഇവിടെ എക്സിന് 2 എന്നുള്ള വാല്യൂ 2 എടുത്തു കഴിഞ്ഞാൽ x2 എടുത്തു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ എത്രയാവണം എന്നുള്ളതാണ്. അപ്പോൾ x2 ആണെങ്കിൽ 2 + y = 0 കിട്ടണം. അങ്ങനെയാണെങ്കിൽ വൈയുടെ വാല്യൂ എങ്ങനെ കിട്ടുക? ആ 2നെ നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 0 - 2 എന്ന് വരും. therefore y is equal to -2. y is equal to -2. ഓക്കെ, ഇനി ഇത് ഇത്രയും ആലോചിക്കേണ്ട ആവശ്യമില്ല, സിമ്പിളാണ് കാര്യം. ഒരു നമ്പറിൻ്റെ കൂടെ വേറൊരു നമ്പർ ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ അതേ നമ്പറിൻ്റെ നെഗറ്റീവ് ആയിരിക്കും കൂടെ വരിക, അല്ലെങ്കിൽ ഒരു നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ അതേ നമ്പറിൻ്റെ പോസിറ്റീവ് ആയിരിക്കും വരിക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ x + y 0 ആകുമ്പോൾ x 5 ആണെങ്കിൽ y -5 ആയിക്കൊള്ളണം, എന്നാലേ 5 - 5 ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടുള്ളൂ. അല്ലെങ്കിൽ x -10 ആണെങ്കിൽ y 10 ആയിരിക്കണം അതിൻ്റെ പോസിറ്റീവ്. അപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, പോസിറ്റീവ് ആണ് നെഗറ്റീവ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിലൊക്കെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്നൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പം ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ആ ഒരു ടേം കേട്ടിട്ടുണ്ടാവില്ല. എനിവേ ഇതാണ് സംഭവം. ഓക്കെ, രണ്ട് പേര് ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടണമെങ്കിൽ ഒരാൾ പോസിറ്റീവ് ആണെങ്കിൽ അതേ വാല്യൂവിനെ നെഗറ്റീവ് ആയിരിക്കും കൂടെ വരും. റെഡി? ഇനി x - y കണക്കാക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് x 2 ആണെന്ന് എടുത്തിട്ടുണ്ട് അല്ലേ, y എന്താണ് -2 ആണെന്ന് എടുത്തിട്ടുണ്ട്. കാണാൻ പറഞ്ഞതാരാ? x - y ആണ്. x - y x 2 ആണ്, മൈനസ് y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 ആണ്. അപ്പോൾ നമ്മൾ ബേസിക് മാത്ത് കോഴ്സിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, എക്സാം വൈ ലേണിംഗിന് ഒരു ബേസിക് മാത്ത് കോഴ്സ് ഉണ്ട്. എല്ലാ ഓപ്പറേഷൻസും ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്സിലെ കംപ്ലീറ്റ് കാര്യങ്ങളും കുറഞ്ഞ സമയം കൊണ്ട് കവർ ചെയ്യുന്ന ഒരു കോഴ്സാണിത്. അപ്പോൾ ഇനിയും അത് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. കാരണം അവിടെ നമ്മൾ ഇത്തരത്തിൽ ഇൻഡിജേഴ്സ് വരുമ്പോൾ, നെഗറ്റീവ് വരുമ്പോൾ, പോസിറ്റീവ് വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളത് 2 - -2 എന്ന് പറയുമ്പോൾ 2 ആ രണ്ട് മൈനസും കൂടി പ്ലസ് ആവും, 2 + 2 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 4. രണ്ട് മൈനസുകൾ ഇങ്ങനെ വരികയാണെങ്കിൽ അത് പ്ലസ് ആകുമെന്നുള്ളത് നമ്മൾ ആ കോഴ്സിൽ പറഞ്ഞിട്ടുണ്ട്. കോഴ്സ് കണ്ടവർക്ക് ഈസി ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ 7th പഠിക്കുന്നതാണ്. അപ്പോൾ 4 എന്നുള്ളതാണ് ആൻസർ വരിക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, x² - y² = x + y ഇൻറ്റു. ഈ ഒരു ഐഡൻറ്റിറ്റി നിങ്ങളെല്ലാവരും പഠിക്കേണ്ട ഒരു ഐഡൻറ്റിറ്റിയാണ്. ഓക്കെ, x² - y² = x + y ഇൻറ്റു
എക്സ് മൈനസ് വൈ എന്നുള്ളതാണ് ഐഡൻറ്റിറ്റി. അപ്പോൾ ഇവിടെ ഓൾറെഡി എക്സ് പ്ലസ് വൈ വന്നതുകൊണ്ട് കൂടെ വരേണ്ട ആളാരായിരിക്കും? എക്സ് മൈനസ് വൈ. ക്ലിയർ അല്ലേ? ഇതെല്ലാവരും പഠിക്കേണ്ട ഒരു ഐഡൻറ്റിറ്റിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 7 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്താണ്? ഫൈൻഡ് 7 സ്ക്വയർ മൈനസ് 3 സ്ക്വയറാണ്. നിങ്ങൾ നോക്കിയേ, ഇതേ ഫോർമാറ്റിലാണ് വന്നിട്ടുള്ളത് അല്ലേ? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിന് പകരം 7 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ എക്സിന് പകരം 7 വന്നു, വൈക്ക് പകരം 3 വന്നു. അപ്പോൾ ഇതേ ഫോർമാറ്റിൽ നമുക്ക് ഇട്ടുകൊടുത്തൂടെ? എക്സ് പ്ലസ് വൈ എന്ന് വരും 7 പ്ലസ് 3. കാരണം ഇവിടുത്തെ എക്സിന് പകരം 7 ആണ്, വൈക്ക് പകരം 3 ആണ്. എക്സ് മൈനസ് വൈ 7 മൈനസ് 3 അല്ലേ? സെയിം പരിപാടി, എക്സും വൈ വാല്യൂസ് വന്നതേ ഉള്ളൂ. ദാറ്റ്സ് ഈക്വൽ ടു 7 പ്ലസ് 3 10 ആണ്, ഇൻറ്റു 7 മൈനസ് 3 4 ആണ്, 10 ഇൻറ്റു 4 40 എന്ന് വരും. ഇനി ചില ആളുകൾ ആലോചിക്കുന്നുണ്ടാവും, എന്തിനാ അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്നത്? 7 സ്ക്വയർ 49 ആണ് നമുക്കറിയാം, 3 സ്ക്വയർ 9 ആണ് നമുക്കറിയാം. അപ്പോൾ 49 9 സബ്ട്രാക്ട് ചെയ്താൽ പോരെ? മതി, സെയിം ആൻസർ വരും, 40 വരും, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് ചില സമയത്ത് ഇത്തരം സിമ്പിൾ വാല്യൂസ് അല്ലാതെ കുറച്ചുകൂടെ വലിയ വാല്യൂസ് തരും. എന്ന് വെച്ചാൽ രണ്ട് പേരുടെയും സ്ക്വയർ കണ്ടുപിടിച്ച് സബ്ട്രാക്ട് ചെയ്യുക എന്നുള്ളത് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സ് ആവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ ഒരു ഐഡൻറ്റിറ്റി യൂസ് ചെയ്യണം. ഇവിടെ ഈ ഐഡൻറ്റിറ്റി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഫസ്റ്റത്തെ സബ് ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തത്? ആ ഒരു ഐഡൻറ്റിറ്റി ചോദിച്ചത്. നിങ്ങൾ ഇതിൻ്റെ സി ക്വസ്റ്റ്യൻ നോക്കുക, അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. സി ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് 100.5 സ്ക്വയർ മൈനസ് 99.5 സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? നേരത്തെ പറഞ്ഞതുപോലെ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് പറയുന്ന ഫോർമാറ്റിൽ ഇവിടെ ഇപ്പോൾ ആര് വന്നു? 100.5 അഥവാ 100.5 അല്ലേ? 100.5 എന്ന് പറഞ്ഞാലും 100.5 എന്ന് പറഞ്ഞാലും സെയിം ആണ്. മൈനസ് 99.5. ഓക്കെ, 99.5 എന്ന് പറഞ്ഞാൽ 99.5. അപ്പോൾ എന്താ വരിക? ഇവിടുത്തെ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഉണ്ട്. എക്സ് സ്ക്വയറിന് പകരം ഇവിടെ 100.5ൻ്റെ സ്ക്വയർ വന്നു, വൈ സ്ക്വയറിന് പകരം 99.5ൻ്റെ സ്ക്വയർ വന്നു. സോറി, എനിക്ക് അത്യാവശ്യം നല്ലൊരു കോൾഡ് ഉണ്ട്, അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, ചുമ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സിന് പകരം വന്നിട്ടുള്ളത് 100.5 ആണ്, വൈക്ക് പകരം വന്നിട്ടുള്ളത് 99.5 ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്നുള്ളത് എന്തായിട്ട് മാറും? 100.5 പ്ലസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 99.5 ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100.5 മൈനസ് 99.5. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 100.5ഉം 99.5ഉം ആഡ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. 100ഉം 99ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 199 ആണ്, 0.5ഉം 0.5ഉം 1 ആണ്. അപ്പോൾ 200 എന്ന് വരും. ഓക്കെ, 199ഉം 1 കൂടി വരുമ്പോൾ 200. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ വളരെ സിമ്പിളായിട്ട് ഇവിടെ പരിപാടികൾ നടക്കും. 200 ഇൻറ്റു 100.5 മൈനസ് 99.5 എന്താ? 1 ആണ് അല്ലേ? 100.5 എന്ന് 99.5 പോയി കഴിഞ്ഞാൽ 1 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 200. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 100.5നെ ഒരാൾ ഇരുന്ന് സ്ക്വയർ ചെയ്ത് കണ്ടുപിടിച്ചു, 99.5നെയും സ്ക്വയർ ചെയ്ത് കണ്ടുപിടിച്ചു, എന്നിട്ട് ഈ രണ്ട് വാല്യൂസിൽ നിന്ന് അവരെ സബ്ട്രാക്ട് ചെയ്തു. ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. ഇവിടെ എന്താ അതിനൊന്നും ആവശ്യമില്ല. സിമ്പിളായിട്ട് ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആൻസർ കിട്ടും 200. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ പ്രോപ്പർട്ടി ഇമ്പോർട്ടൻ്റ് ആണ്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വാല്യൂസ് വരുമ്പോൾ ഇതുപോലത്തെ ചെയ്യാൻ അതിനൊന്നും ആവശ്യമില്ല, സിമ്പിളാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആവശ്യമാണ്. റെഡി അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ചതുരത്തിൻ്റെ വശങ്ങൾ 2:3 എന്ന അംശബന്ധത്തിലാണ്. ദ സൈഡ്സ് ഓഫ് എ റെക്ടാങ്കിൾ ആർ ഇൻ ദ റേഷ്യോ 2:3. ചതുരത്തിൻ്റെ വീതി 2a ആയാൽ നീളം എന്താണ്? ഇഫ് ദ ബ്രെഡ്ത്ത് ഈസ് 2a, വാട്ട് ഈസ് ഹിസ് ലെങ്ത്? അപ്പോൾ ഒരു ചതുരത്തിൻ്റെ ബ്രെഡ്ത്തും ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോ, ബ്രെഡ്ത്ത് ഈസ് ടു ലെങ്ത് ഇസ് ഈക്വൽ ടു 2:3. അപ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, ഇതിൽ ബ്രെഡ്ത്തും ലെങ്ത്തും തമ്മിലാണ് അല്ലെങ്കിൽ വീതിയും നീളവും തമ്മിലാണ് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലല്ലോ, സൈഡ്സ് തമ്മിൽ, വശങ്ങൾ തമ്മിലുള്ളത് എന്നുള്ളത് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ എങ്ങനെയാണ് നമ്മൾ ഈ സൈഡ്സ് അല്ലെങ്കിൽ വശങ്ങൾ എന്നുള്ളത് ഫസ്റ്റത്തെ ആൾ ബ്രെഡ്ത്തും രണ്ടാമത്തെ ആൾ ലെങ്ത്തും എന്നുള്ള ഇതിലെടുത്തത്? യൂഷ്വലി റെക്റ്റാങ്കിളിൽ ചെറിയ ആൾ ബ്രെഡ്ത്തും വലിയ ആൾ ലെങ്ത്തും ആണ്, അതുകൊണ്ട് എടുത്തതാണ്, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി എന്താ പറയുന്നത്? വീതി 2a ആയി എന്നാണ് പറയുന്നത്.
അപ്പോൾ ഇതിൻ്റെ ബ്രെഡ്ത്ത് എന്തായി മാറി 2a ആയിട്ട് മാറി. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. ആ 2 എന്ന് പറയുന്ന ആളെന്താക്കി മാറ്റി 2a ആക്കി മാറ്റി. എപ്പോഴാണ് 2a ആവുക? ഒരു a വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. നിങ്ങൾക്കറിയാം റേഷ്യോയിലുള്ള ഒരാളെ ഒരു വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് മോഡിഫൈ ചെയ്യുമ്പോൾ അതേ വാല്യൂ വെച്ചിട്ട് രണ്ടാമത്തെ ആളെ മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ റേഷ്യോ അവിടെ മാറും. അപ്പോൾ 2നെ ഒരു a വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 2a കിട്ടുക എന്നുണ്ടെങ്കിൽ ആ a ഉപയോഗിച്ചിട്ട് 3aയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 3a എന്ന് വരും. അഥവാ ലെങ്ത്ത് എത്രയായിട്ട് മാറും? 3a ആയിട്ട് മാറും. ലെങ്ത്ത് 3a ആയിട്ട് മാറും. അപ്പോൾ ഒരു റേഷ്യോയിലുള്ള ഒരാളെ മാത്രം ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടോ ഒരു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്തിട്ടോ മാറ്റാൻ പറ്റില്ല. ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, ഏത് പരിപാടി ചെയ്യുകയാണെങ്കിലും രണ്ട് പേരെയും ഒരുപോലെ ചെയ്യണം. എന്നാലേ ആ റേഷ്യോ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ റേഷ്യോ മാറും. മനസ്സിലായോ? ഇനി ചതുരത്തിൻ്റെ ചുറ്റളവ് 40 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നീളവും വീതിയും കണക്കാക്കുക. ഇഫ് ദ പെരിമീറ്റർ ഓഫ് ദ റെക്ടാംഗിൾ ഈസ് 40 സെൻറ്റിമീറ്റർ ഫൈൻഡ് ഇറ്റ്സ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് എന്നുള്ളതാണ്. അപ്പോൾ ഇയാളുടെ എന്ത് തന്നു? പെരിമീറ്റർ തന്നു. പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 40 ആണ് തന്നിട്ടുണ്ട്. പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2 × L+B ആണ് അല്ലേ? റെക്ടാംഗിളിൻ്റെ പെരിമീറ്റർ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് പ്ലസ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. അപ്പോൾ 2 ടൈംസ് ലെങ്ത് ആഡ് ചെയ്യുന്നു, 2 ടൈംസ് ബ്രെഡ്ത്ത് ആഡ് ചെയ്യുന്നു. സോ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് എന്ത് ഇയാളുടെ പെരിമീറ്റർ വരിക. അത് 40 ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 40 ഈസ് ഈക്വൽ ടു 2 × ലെങ്ത്തിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 3a എന്ന് കൊടുത്തൂടെ അല്ലേ? കാരണം a എന്ന് പറയുന്ന ആളുടെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് അറിയില്ല. ഏതൊരു ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് ഒറിജിനൽ ലെങ്ത്തും ഒറിജിനൽ ബ്രെഡ്ത്തും കിട്ടുക, അല്ലെങ്കിൽ ബ്രെഡ്ത്തും കിട്ടുക. എത്രയും നമുക്ക് അറിയില്ല, കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ലെങ്ത്തിന് പകരം 3a കൊടുത്തു, പ്ലസ് ബ്രെഡ്ത്തിന് പകരം എത്ര കൊടുക്കുക? 2a കൊടുത്തു. സോ 40 ഈസ് ഈക്വൽ ടു 2 × 3a + 2a എന്ത് വരും? 5a എന്ന് വരും. സോ 2 × 5a. അപ്പോൾ 40 ഈസ് ഈക്വൽ ടു 10a. സോ അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ എന്താ വരിക? 10നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ 40/10 എന്ന് വരും. അഥവാ a is equal to 4 എന്ന് വരും. a is equal to 4. a 4 ആണെങ്കിൽ ഇവിടെ നിങ്ങൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 2a 2 × 4 8 സെൻറ്റിമീറ്റർ, 3a 3 × 4 12 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ ഒരു പെരിമീറ്റർ 40 ആയിട്ടുള്ള റെക്ടാങ്കിളിൻ്റെ ലെങ്ത് എത്ര വരിക? 12 സെൻറ്റിമീറ്റർ ആണ്. അയാൾ ബ്രെഡ്ത്ത് എത്ര വരും? 8 സെൻറ്റിമീറ്റർ വരും. ക്ലിയർ അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. അപ്പോൾ അത് ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. 8 + 12 ചെയ്താൽ 20. അപ്പോൾ അത് ഈ ഒരു ഇക്വേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 8 12 + 8 20 20 × 2 40 എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റേഷ്യോന് എന്ത് ചെയ്യുക? കൺവേർട്ട് ചെയ്യുക. റേഷ്യോനെ കൺവേർട്ട് ചെയ്യാൻ ചെയ്യേണ്ട കാര്യം ഒരു ഫാക്ടർ ഉപയോഗിച്ചിട്ട് അതിലുള്ള രണ്ട് പേരെയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയാളെ വാല്യൂ പോലെ കൺസിഡർ ചെയ്യാം. കാരണം എന്തായാലും 2:3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ എന്നുള്ളതല്ല അതിൻ്റെ മീനിങ്. അവിടെയുള്ള ബ്രെഡ്ത്തും ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോ ആണ് 2:3. അപ്പോൾ 2നെയും 3നെയും ഏതെങ്കിലും ഒരു കോമൺ വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തതിന് അത് ഈക്വൽ ആയിരിക്കും. ആ കോമൺ വാല്യൂ ആണ് ഇവിടെ കണ്ടുപിടിച്ചത്. റെഡിയാണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ബഹുഭുജത്തിൻ്റെ ഒരു മൂലയിൽ അകക്കോണിൻ്റെയും പുറംകോണിൻ്റെയും അളവുകളുടെ തുക എന്താണ്? വാട്ട് ഇസ് ദ സം ഓഫ് ദ ഇന്നർ ആൻഡ് ഔട്ടർ ആംഗിൾസ് ഓഫ് അറ്റ് എ വെർട്ടെക്സ് ഓഫ് എ പോളിഗൺ? ഏതെങ്കിലും ഒരു പോളിഗൺ, ഇപ്പോൾ ഇങ്ങനെ കുറേ സൈഡിലുള്ള ഒരു പോളിഗൺ ഞാൻ പോകുന്നുണ്ട് വിചാരിക്കാം. ഞാൻ ഫുള്ള് വരയ്ക്കുന്നത് ഇങ്ങനെ ഇങ്ങോട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വെർട്ടെക്സ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെയുള്ള ഇന്നർ ആംഗിൾ ഇതാണ്, അവിടുത്തെ ഔട്ടറോ ഇതാണ് അവിടുത്തെ ഔട്ടർ ആംഗിൾ വരിക അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഇന്നർ ആൻഡ് ഔട്ടർ ആംഗിളിൻ്റെ സമ്മ് അഥവാ അകക്കോണിൻ്റെയും പുറംകോണിൻ്റെയും കോണിൻ്റെ അളവുകളുടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എത്ര ആയിരിക്കും? ഇത് രണ്ട് പേരും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 180 ഡിഗ്രി ആയിരിക്കും. 180 ഡിഗ്രി. ഓക്കെ അല്ലേ? 180 ഡിഗ്രി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സമബഹുഭുജത്തിൻ്റെ ഒരു അകക്കോണിൻ്റെ അളവ് 135 ആണ്. അതിന് എത്ര വശങ്ങൾ ഉണ്ടാകും? ദ മെഷർ ഓഫ് ദ ഇന്നർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ ഈസ് 135. ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്? ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ഡയഗ്രാം ഇവിടെ വരയ്ക്കാം. ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ് ഒരു റെഗുലർ പോളിഗൺ ഉണ്ട്. റെഗുലർ പോളിഗൺ സമബഹുഭുജം എന്ന് പറഞ്ഞാൽ എന്താ? അയാളുടെ സൈഡ്സ് എല്ലാം ഈക്വലാണ്, അയാളുടെ എല്ലാ ഇൻറ്റീരിയർ ആംഗിൾസും ഈക്വലാണ്, അയാളുടെ എല്ലാ എക്സ്റ്റീരിയർ ആംഗിൾസും ഈക്വലാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഏതോ ഒരു ഇൻറ്റീരിയർ ആംഗിളിൻ്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു ഇൻറ്റീരിയർ ആംഗിൾ എത്രയാണെന്നാണ് പറഞ്ഞത്? 135 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ വരുന്ന എക്സ്റ്റീരിയർ ആംഗിൾ എത്രയായിരിക്കും? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ട് പേരും ആഡ് ചെയ്താൽ 180 കിട്ടണം. അപ്പോൾ 135ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് 180 വരിക? 45 അല്ലേ? 45 ആഡ് ചെയ്യുമ്പോൾ അപ്പോൾ ഇവിടുത്തെ വാല്യൂ എത്ര ആയിരിക്കും? 45. അപ്പോൾ ഈ ഒരു പോളിഗൺ ഇനി ഇങ്ങോട്ട് കുറേ ഉണ്ട് കേട്ടോ. എത്ര സൈഡ്സ് ഉണ്ട് നമുക്കറിയില്ല.
ഉണ്ട്. എനിവേ അയാളുടെ എല്ലാ ഇൻറ്റീരിയർ ആംഗിൾസും 135 135 135 എന്നിങ്ങനെയായിരിക്കും. അയാളുടെ എല്ലാ എക്സ്റ്റീരിയർ ആംഗിൾസും 45 45 45 ആയിരിക്കും. ഇനി ഒരു എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ അല്ലെങ്കിൽ ഒരു റെഗുലർ പോളിഗണിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് ഇസ് ഈക്വൽ ടു 360 ഡിഗ്രിയാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഈ ഒരു റെഗുലർ അല്ലെങ്കിൽ ഏത് പോളിഗണാണെങ്കിലും കേട്ടോ അതിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മ് 360 ആണ്. അപ്പോൾ ഇവിടെ ഓരോ ആംഗിൾസും 45 അപ്പോൾ എല്ലാ ആംഗിൾസും ഈക്വലാണ്. അപ്പോൾ എത്ര സൈഡ്സ് ഉണ്ടോ അത്ര എക്സ്റ്റീരിയർ ആംഗിൾസ് ഉണ്ടാവും. അത്രയും 45 ആഡ് ചെയ്ത് പോകുമ്പോൾ ടോട്ടൽ എത്ര കിട്ടണം? 360 കിട്ടണം. അപ്പോൾ അവിടെയുള്ള നമ്പർ ഓഫ് സൈഡ്സ് കിട്ടണമെങ്കിൽ നമ്പർ ഓഫ് സൈഡ്സ് ഈസ് ഈക്വൽ ടു എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മായിട്ടുള്ള 360യെ 45 ഉപയോഗിച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. 360/45 ചെയ്താൽ മതി. 360യെ 45 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് നമുക്ക് വരിക? നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ആലോചിക്കാം. ഓക്കെ, 360യിൽ എത്ര 90 ഉണ്ടെന്ന് ആലോചിക്കാം. ഓക്കെ, 360യിൽ എത്ര 90 ഉണ്ട്? 4 ടൈംസാണ്. ഒരു 90യിൽ 2 ടൈംസാണ് 45 വരിക. അപ്പോൾ 4ൻ്റെ ഡബിൾ 8 ടൈംസ്. ഓക്കെ, 360/45. ഈ ഡൗട്ടുള്ളവർക്ക് സൈഡിൽ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് നോക്കിയാൽ മതി. 360/45 ചെയ്ത് സാധാരണ പോലെ ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടുമെന്നുള്ളതാണ്. സോ 8 സൈഡ്സ് ആയിരിക്കും ഇയാൾക്ക് ഉണ്ടാവുക. അപ്പോൾ ഇത് ഇങ്ങനെ അല്ലാത്ത മെത്തേഡ്സും ഉണ്ട് കേട്ടോ, പക്ഷേ ഇതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് മെത്തേഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത് ഇത്രയേ ഉള്ളൂ. ഇൻറ്റീരിയർ ആംഗിളിൻ്റെ വാല്യൂ തന്നപ്പോൾ അവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഒരു എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എത്ര സൈഡ്സ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഇത് റെഗുലർ പോളിഗൺ ആയതുകൊണ്ട് തന്നെ എല്ലാ എക്സ്റ്റീരിയർ ആംഗിളും സെയിം ആയിരിക്കും. അപ്പോൾ എത്ര സൈഡ്സ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സമ്മിനെ ഒരു എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ വാല്യൂ ഉപയോഗിച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മ് എപ്പോഴും 360 ആയിരിക്കും. ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മ് മാറിക്കൊണ്ടിരിക്കും, പക്ഷേ എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മ് എല്ലായ്പ്പോഴും 360 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? യെസ്. അടുത്ത ദിവസം നോക്കാം. ABCD ഒരു സമചതുരമാണ്. BE = BC = 6 cm. ABCD is a square. BE = BC = 6 cm. BEയും BCയും 6 ആണ്. അപ്പോൾ BC 6 ആണെങ്കിൽ CD 6 ആണ്, AD 6 ആണ്, AB 6 ആണ്. എന്തുകൊണ്ടാണ്? കാരണം ABCD സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ ആണ്. അപ്പോൾ ഇവരൊക്കെ 6 ആണ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി AEയുടെ നീളം എന്ത്? AE എന്ന് പറഞ്ഞാൽ ആരാ? ഈ ഒരു ടോട്ടലാണ് അല്ലേ? ഇതാണ് AE. AEയുടെ നീളം എന്ത്? സിമ്പിൾ അല്ലേ? 12. കാരണം എന്താ? ഇത് 6 ആണ്, ഇത് 6 ആണ്, ടോട്ടൽ 12 വരും. അടുത്തത് AECD എന്ന ലംബകത്തിൻ്റെ പരപ്പളവ് കണക്കാക്കുക. ലംബകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളതാ AECD. ഇതാണ് സംഭവം. അപ്പോൾ ലംബകത്തിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് അല്ലെങ്കിൽ h/2 ഇൻറ്റു A+B എന്നുള്ളതാണ്. h/2 ഇൻറ്റു A+B. അപ്പോൾ h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പാരലൽ സൈഡ്സ് തമ്മിലുള്ള ഹൈറ്റ്. അപ്പോൾ ഇവിടുത്തെ പാരലൽ സൈഡ്സ് തമ്മിലുള്ള ഹൈറ്റ് എന്താ? 6 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 6/2 ഇൻറ്റു ഇനി A+B. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ്. ഇപ്പോൾ ഈ ഒരു സൈഡിനെ A എടുക്കുകയാണ് വിചാരിക്കുക. അപ്പോൾ അത് 6 പ്ലസ് B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പാരലൽ സൈഡ് എന്ന് പറയുമ്പോൾ പാരലൽ സൈഡ്സ് ആണ് കേട്ടോ. ഇത് എത്രയാ? 12 എന്ന് കിട്ടി. അപ്പോൾ എന്തായി മാറി? 6/2 3 ആണ് ഇൻറ്റു 6 + 12 18 എന്ന് വരും. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 3 × 8 24 to 54 cm². ആൻസർ 54 cm². അത് നിങ്ങൾ മൾട്ടിപ്ലൈ നോക്കി കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ, കാര്യമായിട്ടൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയണം, അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ദിവസം നോക്കാം. x = -7 y = 3 എങ്കിൽ x + y xy x² + y² + 2xy എന്നിവ കണക്കാക്കുക. ഓക്കെ, അപ്പോൾ x = -7 y = 3. ഓക്കെ, അപ്പോൾ ഓരോന്ന് കാണണം. ഫസ്റ്റത്തെ x + y. x + y = എന്താ വരിക? x -7 ആണ്, y 3 ആണ്. നമ്മൾ ബേസിക് മാത്ത് കോഴ്സിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഗ്രേറ്റർ നമ്പറിൽ നിന്ന് സ്മോളർ നമ്പർ സബ്ട്രാക്ട് ചെയ്തിട്ട് ഗ്രേറ്റർ നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. ഈ റൂൾ അവിടെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ ചെയ്ത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇനിയും ബേസിക് മാത്ത് കോഴ്സ് കാണാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ -7 + 3 ആണെങ്കിൽ 7 3 പോയാൽ 4 ആണ്. 7 ആണ് ഗ്രേറ്റർ നമ്പർ, സൈൻ നെഗറ്റീവ് ആണ്. -4 ഇസ് ദ ആൻസർ. റെഡി? അടുത്തത് x × y. x × y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? -7 × 3 ദാറ്റ്സ് ഈക്വൽ ടു -21 അല്ലേ? ഒരു നെഗറ്റീവ് നമ്പർ പോസിറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന ആൻസർ നെഗറ്റീവ് ആയിരിക്കും എന്നുള്ളതും നമ്മൾ ബേസിക് മാത്ത് കോഴ്സിൽ പഠിച്ചതാണ്. ഇനി അടുത്ത് കാണാൻ പറഞ്ഞത് x² + y² + 2xy ആണ്. ഓക്കെ,
രണ്ട് രീതി ചെയ്യാം. ഒന്നുകിൽ എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ കാണാം, വൈ സ്ക്വയറിൻ്റെ വാല്യൂ കാണാം, 2xy വാല്യൂ കാണാം, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഈ ഒരു എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x+y² എക്സ്പാൻഷൻ അല്ലേ? നിങ്ങൾ ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ള കുറച്ച് എക്സ്പാൻഷൻസ് ഉണ്ട്. എന്താണ് ഫസ്റ്റ് വൺ x+y² ഇസ് ഈക്വൽ ടു x² + 2xy + y². ഇയാളെ വേണമെങ്കിൽ ഒന്ന് ഓർഡർ മാറ്റി എഴുതാം. അതാണ് ഇപ്പോൾ അവിടെ തന്നിട്ടുള്ളത്. x² എഴുതിയിട്ട് പിന്നെ y² എഴുതിയിട്ട് പിന്നെ 2xy വേണമെങ്കിൽ ഒന്ന് ഓർഡർ മാറ്റി എഴുതാം, നോ പ്രോബ്ലം. അതാണ് ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഐറ്റം. ഇനി വേറെ ഐഡൻറ്റിറ്റീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. x-y² വരുമ്പോൾ എന്താ സംഭവിക്കുക? x² - 2xy + y². ആ 2xy മാത്രം മൈനസ് ആവും. പിന്നെ ഒന്ന് പഠിച്ചിട്ടുള്ളത് നേരത്തെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. x² - y² ഇസ് ഈക്വൽ ടു x+y × x - y എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളതുമാണ്. റെഡി അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇയാളെ ഒന്നുകിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോന്നും കണ്ടുപിടിച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സിംപ്ലി ഇതെന്തിന് ഈക്വലാ? x+y² ഈക്വലാണ് നമുക്കറിയാലോ. x+y എന്ന് പറഞ്ഞാൽ -4 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. -4² 16. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും സ്ക്വയർ ചെയ്യുന്ന കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. 4² 16 ആണ്, -4² 16 ആണ്. റെഡി അല്ലേ? ഓക്കെ അല്ലേ? സോ അടുത്ത ക്വസ്റ്റ്യൻ. ഷിബു 10% നിരക്കിൽ വാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 10,000 രൂപ നിക്ഷേപിക്കുന്നു. ഓക്കെ, ഷിബു ഡെപ്പോസിറ്റഡ് 10,000 rupees in a bank which gives 10,000 interest compounded annually. അപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ഉണ്ട്, അതുപോലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഒരു ഫോർമുല ഒക്കെ ഉണ്ട് അല്ലേ? നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. എമൗണ്ട് ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻറ്റു 1 + റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബൈ 100 all raised to n, അഥവാ നമ്പർ ഓഫ് ഇയേഴ്സ് അല്ലേ? ഇതിലുള്ള പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. അതായത് ഇപ്പോൾ നമ്മളൊരു ബാങ്കിൽ നിന്ന് ഫസ്റ്റ് എടുക്കുന്ന ലോണ്, ആ ഫസ്റ്റ് എടുക്കുന്ന എമൗണ്ട് ഉണ്ടല്ലോ, പിന്നെ അതിൻ്റെ പുറത്താണല്ലോ നമ്മൾ തിരിച്ചടക്കേണ്ടത് ഇൻട്രസ്റ്റ് ഒക്കെ വരിക. അല്ലെങ്കിൽ ഒരു ബാങ്കിൽ ഫസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട്, ആ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് കൂടിയിട്ട് പിന്നെ നമ്മൾ എടുക്കുമ്പോൾ കൂടുതൽ കിട്ടും. അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആനുവലി കിട്ടുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ? ഇൻട്രസ്റ്റ് റേറ്റ് ആണ് എന്ന് പറഞ്ഞാൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ഇതാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരുമ്പോൾ എമൗണ്ട് ഒരു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ഉണ്ടാവില്ല എന്നൊക്കെ, അല്ലെങ്കിൽ എത്രയാണ് ഇൻട്രസ്റ്റ് കിട്ടുക എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു എമൗണ്ട് കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് എന്താ നോക്കാം. ഒരു വർഷത്തിന് ശേഷം അയാളുടെ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടാകും? ആഫ്റ്റർ 1 year ഹൗ മച്ച് മണി വുഡ് ഹി ഹാവ് ഇൻ ഹിസ് അക്കൗണ്ട്? 1 year കഴിയുമ്പോൾ ഉണ്ടാവുന്ന എമൗണ്ട്, ഇപ്പോൾ ഇവിടുത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 ഫസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് 10,000 ആണ്. അപ്പോൾ 10,000 ഇൻറ്റു 1 + എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% ആണ് അല്ലേ? അവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10 ആണ്. അപ്പോൾ 10/100 all raised to നമ്പർ ഓഫ് ഇയേഴ്സ്. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞത്? ഒരു വർഷത്തിന് ശേഷം ആഫ്റ്റർ 1 year. അപ്പോൾ n 1 ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു 10,000 ഇൻറ്റു എന്താ 1 + 10/100 വരിക. നമുക്ക് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാൻ അറിയാലോ. ഇയാൾ ഡിനോമിനേറ്റർ 1 ഉണ്ട് എങ്കിൽ 100 × 1 100 ആണ്, +10. അഥവാ നിങ്ങൾ ഇയാളെ ജസ്റ്റ് ഡിനോമിനേറ്റർ 1 ഉണ്ടെങ്കിൽ എന്താ വരിക? 100 × 1 100 + 1 × 10 അല്ലേ? നമ്മൾ ആദ്യം ഇവരെ ചെയ്യും 100 × 1 100, പിന്നെ 1 × 10 എന്ത് വരും? 10 ഡിവൈഡഡ് ബൈ 1 × 100 100. ദാറ്റ്സ് ഈക്വൽ ടു 10,000 ഇൻറ്റു 100 + 10 110 ഡിവൈഡഡ് ബൈ 100 എന്ന് വരും അല്ലേ? അപ്പോൾ ഈ ഒരു 0 കട്ട് ചെയ്തു, ഇവിടുത്തെ ഒരു 0 കട്ട് ചെയ്തു, ബാക്കി എന്താ ഉണ്ടാവുക? 11ഉം പിന്നൊരു 3 zeros ഉണ്ടാവും അല്ലേ? 11,000 എന്നുള്ളതാണ് ആൻസർ വരിക. 11,000. അപ്പോൾ നിങ്ങൾ 1 year കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ അപ്പോൾ എത്ര ഉണ്ടാവും? അല്ലെങ്കിൽ ഷിബുവിൻ്റെ അക്കൗണ്ടിൽ എത്ര ഉണ്ടാവും? 11,000 rupees ഉണ്ടാവും. അപ്പോൾ 10,000 ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളൂ. 1 year കഴിയുമ്പോൾ 11,000 ആവാനുള്ള കാരണം എന്താണ്? അയാൾക്ക് ഒരു 1,000 rupees അവിടെ ഇൻട്രസ്റ്റ് കിട്ടി എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വർഷം കൂടി കഴിഞ്ഞ് 10,000 രൂപ പിൻവലിച്ചാൽ അക്കൗണ്ടിൽ ബാക്കി എത്ര രൂപയുണ്ടാകും? ആഫ്റ്റർ വൺ മോർ ഇയർ ഹി വിഡ്രൂ 10,000 rupees. വാട്ട് ഈസ് ദ ബാലൻസ് എമൗണ്ട് ഇൻ ഹിസ് അക്കൗണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് പല രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ,
ഓക്കെ, ഒന്നുകിൽ ഇതേ ഫോർമുല ഉപയോഗിച്ചിട്ട് ആഫ്റ്റർ 2 ഇയേഴ്സ് എത്ര എമൗണ്ട് ഉണ്ടാവും എന്ന് കണ്ട് അതിൽ നിന്ന് 10,000 കുറയ്ക്കാം. അല്ലെങ്കിൽ ഈ ഒരു എമൗണ്ടിൻ്റെ 10% കണ്ട് അടുത്തൊരു വർഷത്തേക്ക് കൂടി എത്ര ഇൻട്രസ്റ്റ് വരും നോക്കി അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഫോർമുല തന്നെ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഞാനൊന്ന് അടുത്ത രീതിയിൽ എഴുതാം. ഇതേ ഫോർമുല തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ എമൗണ്ട് ഇസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ ഇൻറ്റു 1 + R/100 ഓൾ റേസ് ടു n. അപ്പോൾ ഇതിൽ പ്രിൻസിപ്പൽ എമൗണ്ട് 10,000 തന്നെയാണ്, സെയിം തന്നെയാണ്. 1 + R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്. അപ്പോൾ 10/100 ഓൾ റേസ് ടു n, നമ്പർ ഓഫ് ഇയേഴ്സ് 2 ആണ് ഇപ്പോഴത്തെ കേസിൽ 2. സോ ദാറ്റ്സ് ഈക്വൽ ടു 10,000 ഇൻറ്റു 1 + 10/100 നേരത്തെ നമ്മൾ ചെയ്തു. 1 + 10/100 ചെയ്ത സമയത്ത് നമുക്ക് എന്ത് വന്നു? 100 + 10 അഥവാ 110/100 ആണ് നമുക്കറിയാം. അപ്പോൾ ഇതെന്ത് വരും? 110/100 ആണ് ബ്രാക്കറ്റിൻ്റെ അകത്ത് വരിക, ഓൾ സ്ക്വയർ എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 10,000 ഇൻറ്റു 110 ഇൻറ്റു 110/100 ഇൻറ്റു 100 എന്ന് വരും അല്ലേ, രണ്ട് പേരെയും സ്ക്വയർ ചെയ്യുമ്പോൾ. അപ്പോൾ 0 കട്ട് ചെയ്യാം, ഇവിടുത്തെ 2 zeros കട്ട് ചെയ്യാം, ഇവിടെ 2 0 കട്ട് ചെയ്യാം, ഇവിടെ 2 0 കട്ട് ചെയ്യാം. ബാക്കി എന്താ ഉണ്ടാവുക? 100 ഇൻറ്റു 11 ഇൻറ്റു 11 എന്നുള്ളതാണ് ബാക്കി ഉണ്ടാവുക. 11 ഇൻറ്റു 11 121 ആണ്. അതിന് ഈ 2 zeros വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 121 കഴിഞ്ഞിട്ട് 2 zeros കൂടി ഉണ്ടാവും അല്ലേ. അപ്പോൾ 12,100 rupees ആണ് 2 years കഴിഞ്ഞ് അയാളുടെ അക്കൗണ്ടിൽ ഉണ്ടാവുക. ഇനി എന്താ പറഞ്ഞത്? ആ എമൗണ്ടിൽ നിന്ന് 10,000 വിഡ്രോ ചെയ്തു, 10,000 വിഡ്രോ ചെയ്തു. അപ്പോൾ ഇവിടെയുള്ള 12100 അല്ലെങ്കിൽ 12,100 എന്നുള്ളതിൽ നിന്ന് ആര് ഒഴിവാക്കി? 10,000 സബ്ട്രാക്ട് ചെയ്തു, അല്ലെങ്കിൽ അത് ഒഴിവാക്കി. അപ്പോൾ 0 0 1 2 0 എന്ന് വരും അല്ലേ. അഥവാ അവിടെ ബാലൻസ് ഉണ്ടാവുക എന്താ? 2,100 rupees ആണ് അവിടെ ബാലൻസ് ഉണ്ടാവുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. റെഡിയാണോ? ഇത് ഇങ്ങനെ ഫോർമുല ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇയാൾക്ക് ഇനി എത്ര ഇൻട്രസ്റ്റ് കിട്ടും നോക്കി, അപ്പോൾ ടോട്ടൽ എമൗണ്ട് എത്ര നോക്കി, എന്നിട്ട് 10,000 കുറച്ച് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, നോ പ്രോബ്ലം. റെഡി? യെസ്. അടുത്ത ദിവസം നോക്കാം. വ്യവസായശാലയിലെ തൊഴിലാളികളുടെ ദിവസവേതനത്തെ തിരിച്ച പട്ടിക താഴെ കൊടുത്തിരിക്കുന്നു. ആവർത്തി ചതുരം ഹിസ്റ്റോഗ്രാം വരയ്ക്കുക. ദ ടേബിൾ ബിലോ ഷോസ് ദ എംപ്ലോയീസ് ഓഫ് എ ഫാക്ടറി സോർട്ടഡ് അക്കോർഡിംഗ് ടു ദെയർ ഡെയിലി വേജസ്. ഡ്രോ ഹിസ്റ്റോഗ്രാം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ എന്നെ ഉള്ളത് ചിലപ്പോൾ പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവില്ല. ജസ്റ്റ് വായിക്കാം. 500 to 600 6 ആളുകളാണ്. 600 to 700 8, 700 to 800 10, 800 to 900 6, 900 to 1000 4. അപ്പോൾ ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇങ്ങനെ നമ്മൾ ബാറുകൾ ഇങ്ങനെ അടുപ്പിച്ച് വരുന്ന ആ രീതിയിലുള്ള ഗ്രാഫിനെയാണ് നമ്മൾ ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് എക്സ് ആക്സിൽ നമ്മൾ ഓരോ സ്ഥലത്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ ഓരോ ബാറുകൾക്കിനിടയിൽ കൊടുക്കുന്ന ആൾക്കാർ. ഇതാണ് വൈ ആക്സിൽ കൊടുക്കുന്ന വാല്യൂസ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് നമ്മൾ അതിനൊരു സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 500 to 600 ആണ് ഫസ്റ്റ് റേഞ്ച്. 500 to 600 റെപ്രസെൻറ്റ് ചെയ്യുന്ന റേഞ്ചാണിത്. അതിൽ എത്ര ആളുകളാണ്? 6 ആളുകളാണുള്ളത്. അപ്പോൾ 500 to 600 എത്ര ആളുകളുണ്ട്? 6 ആളുകൾ കണ്ടോ അല്ലേ. 6ന് നേരെയാണ് കൊടുത്തത്. അടുത്ത് 600 to 700 വരുമ്പോൾ 8 ആളുകൾ ഉണ്ടാവും. 700 to 800 ആണെങ്കിൽ 10 ഉണ്ടാവും. 800 to 900 ആണെങ്കിൽ അതിലും എത്രയാണ്? 6 തന്നെയാണ് വരിക. 900 to 1000 വരുമ്പോൾ 4 ആണ് വരിക അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്കിങ്ങനെ അടുപ്പിച്ച് ബ്ലോക്സ് വരയ്ക്കാം. ഹിസ്റ്റോഗ്രാം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം വെർട്ടിക്കൽ ബ്ലോക്സ് ആണ്. എല്ലാവരുടെയും വിഡ്ത്ത് സെയിമാണ് അല്ലേ. എല്ലാ ബാറുകളുടെയും വിഡ്ത്ത് സെയിമാണ്. ഇവർക്ക് ഇടയിൽ ഗ്യാപ്പ് ഉണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാമെന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈസി ആയിട്ട് മാർക്ക് വാങ്ങാവുന്ന കാര്യമാണ്. ഒന്നും ചെയ്തില്ല അല്ലേ. ആ ടേബിൾ നോക്കിയിട്ട് ജസ്റ്റ് വരയ്ക്കേണ്ട പണി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഈസി ആയിട്ട് മാർക്ക് വാങ്ങാവുന്നതാണ്. എന്തായാലും മാർക്ക് എന്ത് ചെയ്യരുത്? മിസ് ചെയ്യരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ബി സി എന്ന ത്രികോണത്തിൽ എ ബി ഈസ് ടു ബി സി ഈസ് ഈക്വൽ ടു 3:4, ബി സി ഈസ് ടു എ സി ഈസ് ഈക്വൽ ടു 5:4. ഇൻ ട്രയാങ്കിൾ എ ബി സി ഈസ് ടു ബി സി ഈസ് ഈക്വൽ ടു 3:4, ബി സി ഈസ് ടു എ സി ഈസ് ഈക്വൽ ടു 5:4. എ ബി ഈസ് ഈക്വൽ ടു 30 സെൻറ്റിമീറ്റർ ആയാൽ ബി സിയുടെ നീളം എന്ത്? ഇഫ് എ ബി ഈസ് ഈക്വൽ ടു 30 സെൻറ്റിമീറ്റർ വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ബി സി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എ ബി ഈസ് ടു ബി സി ഈസ് ഈക്വൽ ടു 3:4. മുന്നേ റേഷ്യോൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഞാൻ ഈ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ എ ബി 30 ആയാൽ ബി സി എത്രയാണ്? അപ്പോൾ എ ബി എത്രയായി മാറി? 30 എന്ന് വെച്ചാൽ 3 ഉള്ള ആളെ 30 ആക്കി മാറ്റി എന്നുള്ളതാണ് അല്ലേ. എ ബിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആരാ? 3 ആണ്. അപ്പോൾ 3 ഉള്ള 30 ആക്കി. എപ്പോഴാണ് 3 30 ആവുക? ഒരു 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ. അപ്പോൾ ഇവിടെയുള്ള 4നെയും എന്ത് ചെയ്യണം? അതേ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം റേഷ്യോ ആണ്. റേഷ്യോ മാറാതിരിക്കണമെങ്കിൽ 2 പേരെയും ഒരേ നമ്പർ വെച്ചിട്ടായിരിക്കണം മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. മുന്നേ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബി സി എത്രയായി മാറും? അപ്പോൾ 40 ആയിട്ട് മാറും. അപ്പോൾ ബി സിയുടെ നീളം എന്ത് വെച്ചാൽ 40 സെൻറ്റിമീറ്റർ. ക്ലിയർ അല്ലേ? അടുത്തത്
ബി സി ഈസ് ഈക്വൾ ടു 20 സെൻറ്റിമീറ്റർ ആയാൽ എ ബി എ സി ഇവയുടെ നീളം എന്തായിരിക്കും? അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് കേസാണ് പറഞ്ഞത്. ഒന്ന് ഇവരെ ഒന്ന് ഇറേസ് ചെയ്യാം. രണ്ട് കേസാണുള്ളത്. ബി സി 20 ആയി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് റേഷ്യോ ഉണ്ട് നമ്മുടെ കയ്യിൽ. ബി സി ഈസ് ടു എ സി ഈസ് ഈക്വൾ ടു 5:4 എന്ന് പറയുന്ന റേഷ്യോ കൂടി ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ബി സി 20 ആയി എന്ന് പറഞ്ഞു. രണ്ട് കേസിന് ബി സി 20 ആണ്. അപ്പോൾ ബി സി 20 ആയി എന്ന് പറയുമ്പോൾ 4 എന്ന് പറയുന്ന ആൾ 20 ആയി. 4 എപ്പോഴാണ് 20 ആവുക? ഒരു 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇവിടുത്തെ 3യും എന്ത് ചെയ്യണം? അതേ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 5 15 ആകും. അഥവാ എ ബി എന്ന് പറയുന്ന ആൾ എന്തായിട്ട് മാറി? 15 ആയിട്ട് മാറി. ഇനി ബി സി 20 ആയി. ഇവിടെ ബി സി 20 ആയി എന്ന് പറയുമ്പോൾ ഈ 5 ആണ് എന്തായിട്ട് മാറുന്നത്? 20. 5 20 ആയിട്ട് മാറണമെങ്കിൽ ഒരു 4 വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെയുള്ള 4നെയും അതേ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 4 × 4 16 എന്ന് വരും. അഥവാ എ സി 16 ആയിരിക്കും. അപ്പോൾ ഇവിടെയുള്ള എ ബിയുടെ ലെങ്ത് എത്രയായിട്ട് മാറും? 15 ആയിട്ട് മാറും. എ സിയുടെ ലെങ്ത് എത്രയായിട്ട് മാറും? 16 ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? 15 and 16. റെഡി. അടുത്തത് എ ബി ഈസ് ടു ബി സി ഈസ് ടു എ സി എന്താണ്? വാട്ട് ഈസ് എ ബി ഈസ് ടു ബി സി ഈസ് ടു എ സി? ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി ഇവർ തമ്മിൽ കമ്പയർ ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. കാരണം ഇവിടെ എ ബി ബി സി ഉണ്ട്, ഇവിടെ ബി സി എ സി ഉണ്ട്. ഇവിടെ ബി സി റെപ്രസെൻറ്റ് ചെയ്യുന്നത് 4 എന്ന് പറയുന്ന നമ്പറാണ്, ഇവിടെ ബി സി റെപ്രസെൻറ്റ് ചെയ്യുന്നത് 5 ആണ്. അപ്പോൾ രണ്ടും സെയിം ആണോ? അല്ല, കമ്പയർ ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ബി സി 20 ആവുന്ന സമയത്തുള്ള എ ബിയുടെയും എ സിയുടെയും വാല്യൂസാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇവിടെ ഇനി നമ്മളോട് എ ബി ഈസ് ടു ബി സി ഈസ് ടു എ സി കാണാൻ പറഞ്ഞാൽ ബി സിക്ക് 20 കൊടുക്കുമ്പോൾ എ ബി എത്രയാണ് മാറുന്നത്? 15 ആയിട്ട് മാറുന്നു. അതുപോലെ എ സി എത്രയായിട്ട് മാറുന്നു? 16 ആയിട്ട് മാറുന്നു. സോ 15:20:16 എന്നുള്ളതായിരിക്കും അവർ തമ്മിലുള്ള റേഷ്യോ. സിംപ്ലിഫൈ ചെയ്യാൻ പിന്നെ വേറെ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ ഇവിടെ രണ്ട് പേരിലും കോമൺ ആയിട്ടുള്ള ലിങ്ക് ബി സി ആണ് രണ്ട് സ്ഥലത്തും. ആ ബി സിയുടെ വാല്യൂ സെയിം ആക്കിയതിന് ശേഷമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവിടെയുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള എ ബി എ സി തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. റെഡി അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ് ഇസ് ഈക്വൽ ടു -3, എക്സ് സ്ക്വയർ ചൂടെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? എക്സ് ഇസ് ഈക്വൽ ടു 3, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എക്സ് സ്ക്വയർ? എക്സ് 3 ആണെങ്കിൽ മുന്നൊരു ക്വസ്റ്റ്യനിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സോ എക്സ് -3 ആണെങ്കിൽ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3യുടെ സ്ക്വയർ ആണ്. ദാറ്റ് മീൻസ് 3യുടെ സ്ക്വയർ ആയാലും -3യുടെ സ്ക്വയർ ആയാലും കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. 9 ആണ് ആൻസർ വരിക. ഓക്കെ, ഇനി എക്സ് ഇസ് ഈക്വൽ ടു 3, വൈ ഇസ് ഈക്വൽ ടു -4 എന്നെടുത്താൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നിവ കണക്കാക്കുക. അപ്പോൾ എക്സ് 3യും വൈ എന്താണ്? -4 ആണെങ്കിൽ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എന്താ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. പിന്നെ കണ്ടുപിടിക്കേണ്ടത് എന്താ? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റായിട്ടും ചെയ്യാം. എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ -4ൻ്റെ സ്ക്വയർ അല്ലേ. 3 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ആണ്. -4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 ആണ്. 9 + 16 25 എന്നുള്ളതാണ് ആൻസർ വരിക. ഇനി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ 3 സ്ക്വയർ ആണ്, മൈനസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4ൻ്റെ സ്ക്വയർ തന്നെയാണ്. 3 സ്ക്വയർ 9 - 16 എന്ന് വരും അല്ലേ. 9 - 16 എന്തായിരിക്കും ആൻസർ വരിക? 9 - 16 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും നമ്മൾ ആഡ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. കാരണം ഒരു സ്മോളർ നമ്പറിൽ നിന്ന് ഗ്രേറ്റർ നമ്പർ എന്ത് ചെയ്യാണ്? സബ്ട്രാക്ട് ചെയ്യാണ്. അപ്പോൾ ആൻസർ എന്താ വരിക? -7 എന്നാ വരിക, നെഗറ്റീവ് നമ്പറാണ് വരിക. ഓക്കെ, 9 - 16 ഈസ് ഈക്വൽ ടു -7 എന്ന് വരും. റെഡി അല്ലേ? അടുത്തത്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 സ്ക്വയർ എന്ന സമവാക്യം ശരിയാകുന്ന ഒരു ജോഡി സംഖ്യകൾ എഴുതുക. റൈറ്റ് 1 more pair of numbers satisfying the equation x square plus y square is equal to 5 square. അപ്പോൾ ഇത് പല രീതിയിൽ ചെയ്യാം. നമുക്ക് ആകെ അറിയേണ്ടത് എന്താ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എത്രയാണെന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ കിട്ടണം. ഓക്കെ, നിങ്ങൾക്ക് പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് അറിയായിരിക്കും അല്ലേ? പൈതഗോറസ് തിയറത്തിൽ നമ്മൾ പറയുന്നൊരു സംഭവമുണ്ട്. 3, 4, 5 പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സാണ്. കാരണം എന്താ? 3 സ്ക്വയറും 4 സ്ക്വയറും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 സ്ക്വയർ കിട്ടും. അപ്പം നിങ്ങൾക്ക് എക്സിനും വൈനും പറ്റുന്ന ഒരു പോസിബിൾ വാല്യൂ 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 5 സ്ക്വയർ കിട്ടുന്നതുകൊണ്ട് തന്നെ എക്സ് 3യും വൈ 4ഉം എന്ന് പറയാം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയൂടെ, -3യുടെ സ്ക്വയറും -4ൻ്റെ സ്ക്വയർ ആഡ് ചെയ്ത് കഴിഞ്ഞാലും 5 സ്ക്വയർ കിട്ടും. കാരണം എന്താ? നിങ്ങൾ നോക്കിയേ, 3 സ്ക്വയർ 9 ആണ്, 4 സ്ക്വയർ 16 ആണ്. 9ഉം 16ഉം ആഡ് ചെയ്താൽ 25, അഥവാ 5 സ്ക്വയറിനാണ് ആൻസർ കിട്ടുക. -3യുടെ സ്ക്വയറോ 9 ആണ്, -4ൻ്റെ സ്ക്വയറോ 16 ആണ്. അപ്പോൾ -3യുടെ സ്ക്വയറും -4ൻ്റെ സ്ക്വയർ ആഡ് ചെയ്ത് കഴിഞ്ഞാലും 9 + 16 25 തന്നെയാണ്. ഇനി വേണമെങ്കിൽ ഇനിയും എഴുതിക്കൂടെ, -3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ഇസ് ഈക്വൽ ടു
5 സ്ക്വയർ ആണ്. അല്ലെങ്കിൽ ഇനി എഴുതി കൂടെ 3 സ്ക്വയർ പ്ലസ് -4 സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 സ്ക്വയർ ആണ്. അപ്പോൾ എക്സും വൈയും 3,4 ആവാം, -3, -4 ആവാം, -3,4 ആവാം, 3, -4 ആവാം. ഇതെല്ലാം പോസിബിൾ ആണ്. റെഡി അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ചിത്രത്തിൽ എ ബി സി ഡി ഒരു ചതുരമാണ്. എ ബി ഇസ് ഈക്വൽ ടു 8, എ ഡി ഇസ് ഈക്വൽ ടു 4, പി ബി ഇസ് ഈക്വൽ ടു ക്യു ഡി ഇസ് ഈക്വൽ ടു 3. പി ബിയും അതുപോലെ തന്നെ ക്യു ഡിയും 3 ആണ്. എ പിയുടെ നീളം എന്ത്? ഓക്കെ, വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് എ പി? അപ്പോൾ ഇവിടെ ഓൾറെഡി പറയുന്നുണ്ട് എ ബി എന്ന് പറയുന്ന ആളുടെ ടോട്ടൽ ലെങ്ത്ത് 8 ആണ് എന്നുള്ള ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടല്ലോ 8. അങ്ങനെയാണെങ്കിൽ എ പിയുടെ ലെങ്ത്ത് 5 ആയിരിക്കൂലേ? കാരണം എന്താ, ഇത് ടോട്ടൽ 8 ആണ്, അതിൽ ഈ ഒരാൾ 3 ആണ്, സോ ബാക്കി വരുന്ന ഇയാൾ എന്തായിരിക്കും? 5 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി എ ക്യൂവിൻ്റെ നീളം എന്ത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. എ ക്യൂവിൻ്റെ നീളം എന്ത്? എ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെങ്ത്താണ്. നിങ്ങൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് മുന്നേ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. തൊട്ട് മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കണ്ടോ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ 3ഉം 4ഉം ആണ് ഓരോ സൈഡ്സ് എങ്കിൽ 5 ആണ് ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് വരിക. 3, 4, 5. അല്ലെങ്കിൽ 3 സ്ക്വയറും 4 സ്ക്വയർ ആഡ് ചെയ്താൽ 5 സ്ക്വയർ കിട്ടും. പൈതഗോറസ് തിയറം. അപ്പോൾ ഇവിടെ 3ഉം 4ഉം വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇവിടെ വരുന്ന ഹൈപ്പോട്ടന്യൂസ്, ഇവിടെ നമ്മൾ ഇങ്ങനെ വരച്ചതിനെ നേരെ ഒന്ന് തിരിച്ചതാണ് എന്ത്, ഇയാൾ ഇതാ ഇങ്ങനെ ആക്കിയതേ ഉള്ളൂ. അപ്പോൾ 3ഉം 4ഉം ആണ് സൈഡെങ്കിൽ ഇവിടെ വരുന്ന ഈ ഹൈപ്പോട്ടന്യൂസ് എത്രയായിരിക്കും? അത് 5 ആയിരിക്കണം. 5. അപ്പോൾ എ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സെൻറ്റിമീറ്റർ ആണ്, എ ക്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 5 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? ഇനി എ പി സി ക്യൂവിൻ്റെ പരപ്പളവ് കണക്കാക്കുക. എ പി സി ക്യൂ എന്ന് പറയുന്ന ആൾ ഇങ്ങനെ നിങ്ങൾ നോക്കിയേ, ഇയാൾ എന്താണ്, ഒരു പാരലോഗ്രാം ആയിട്ടാണ് ഇവിടെ കിടക്കുന്നത്. പാരലോഗ്രാമിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എച്ച് തന്നെയാണ്. ബി എച്ച്, ഓക്കെ, ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ബി എച്ച് എന്ന് പറയുമ്പോൾ ഏരിയ ഇസ് ഈക്വൽ ടു ബി എച്ച്. ഇയാളുടെ ബേസ് എന്ന് പറയുന്നത് എ പി ആണ്, ഇയാളുടെ ബേസ് 5 ഇൻറ്റു അടുത്തെന്താ ഇയാളുടെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇയാളുടെ ഹൈറ്റ്. അതായത് എന്താണോ ഈ റെക്ടാങ്കിളിൻ്റെ ഹൈറ്റ് അത് തന്നെയാണ് ഈ പാരലോഗ്രാമിൻ്റെ ഹൈറ്റും വരിക. അത് 4 ആണ്. 5 × 4 20 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. 20 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ. അടുത്തത് എ സി ഇൻറ്റു പി ക്യു എന്താണ്? വാട്ട് ഈസ് എ സി ഇൻറ്റു പി ക്യു? ആരാണ് എ സി ഇൻറ്റു പി ക്യു? ഇതാണ് എ സി, ഇതാണ് പി ക്യു അല്ലേ? നിങ്ങൾക്കൊരു കാര്യം ഇവിടുന്ന് മനസ്സിലായിട്ടുണ്ടാവും. എ പി 5 ആണ്, ക്യു സി 5 ആണ്, എ ക്യു 5 ആണ്. ഒബ്വിയസ്ലി പി സിയും എന്താണ്? 5 ആണ് വരിക അല്ലേ? 3, 4 വരുമ്പോൾ അയാൾ 5 ആണ്. എന്ന് വെച്ചാൽ ഇയാൾ വെറും ഒരു പാരലോഗ്രാം അല്ല, ആക്ച്വലി ഇയാൾ എന്താണ്? ഒരു റോംബസ് ആണ് എന്ന് മനസ്സിലാവും. ഇയാൾ എന്താണ്? ഒരു റോംബസ് ആണ്, അഥവാ എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള ഒരു പാരലോഗ്രാമാണ്. റോംബസ് ആവുന്ന സമയത്ത് അയാളുടെ ഏരിയ കാണാൻ മറ്റൊരു ഇക്വേഷനും കൂടി ഉണ്ട്. ഹാഫ് D1 D2 നമ്മൾ പറയും. ഹാഫ് D1 D2. D1 എന്ന് പറഞ്ഞാൽ ഒരു ഡയഗണൽ, D2 എന്ന് പറഞ്ഞാൽ അടുത്ത ഡയഗണൽ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇയാളുടെ ബി ഇൻറ്റു ഹൈറ്റ്, അഥവാ ബി എച്ച് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ഏരിയ കിട്ടും. കാരണം അത് ഏതൊരു പാരലോഗ്രാമിനുമായി ആ ഇക്വേഷൻ യൂസ് ചെയ്യാം. റോംബസ് ആകുമ്പോൾ ഒരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട്. അങ്ങനെ ബി എച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഡയഗണൽസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഡയഗണൽസിൻ്റെ ലെങ്ത്തുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഹാഫ് കണ്ടുപിടിച്ച് കഴിഞ്ഞാലും ആൻസർ കിട്ടും. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഇവിടെയുള്ള ഈ 20 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്ന ഏരിയ എന്തിന് ഈക്വലാണ്? ഹാഫ് D1 D2 ഈക്വലാണ്. എന്ന് വെച്ചാൽ 20 ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു D1 D2. അപ്പോൾ ഇതാണ് ഒരു ഡയഗണൽ. എന്താണ് ഒരു ഡയഗണൽ? എ സി ഇൻറ്റു അടുത്ത ഡയഗണൽ ആരാ? പി ക്യു. നമുക്ക് കിട്ടേണ്ട വാല്യൂ എന്താ? എ സി ഇൻറ്റു പി ക്യൂവിൻ്റെ ആൻസറാണ് കിട്ടേണ്ടത്. എ സി ഇൻറ്റു പി ക്യൂ മാത്രം ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ഈ 2നെ നമുക്ക് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2 × 20 40 എന്ന് വരും. 40 ഈസ് ഈക്വൽ ടു എ സി ഇൻറ്റു പി ക്യൂ എന്ന് വരും. 40 ഈസ് ഈക്വൽ ടു എ സി ഇൻറ്റു പി ക്യൂ. 40 ഈസ് ഈക്വൽ ടു എ സി ഇൻറ്റു പി ക്യൂ. റെഡി അല്ലേ? അപ്പോൾ ഇവിടെ ആൻസർ കിട്ടി. നമുക്ക് എ സി ഇൻറ്റു പി ക്യൂവിൻ്റെ വാല്യൂ എന്താണ്? 40 ആണെന്നുള്ളത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. എ ബി ഇസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ, ആംഗിൾ എ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി. എ ബി സി ഡി എന്ന സമഭുജ സാമാന്ത്രികം വരയ്ക്കുക. ബി ഡിയുടെ നീളം എന്താണ്? ഇഫ് എ ബി ഇസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ, ആംഗിൾ എ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി, ദെൻ ഡ്രോ ദ റോംബസ് എ ബി സി ഡി. വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് പി ഡി? അപ്പോൾ നിങ്ങൾക്ക് എ ബി സി ഡി എന്ന് പറയുന്ന റോംബസ് അഥവാ സമഭുജ സാമാന്ത്രികമുണ്ട്. അപ്പോൾ അയാളുടെ ഒരു സൈഡ് 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഒരു 5 സെൻറ്റിമീറ്ററിൽ ഒരു ലെങ്ത്ത് വരയ്ക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ എ ബി എന്ന് പറയുന്ന ലെങ്ത്ത്. ഇനി ആംഗിൾ എ 60 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് ഒരു 60 ഡിഗ്രി മെഷർ ചെയ്യാം. ഓക്കെ, 60 ഡിഗ്രിയിൽ എന്ത് ചെയ്യുക? ഇതേ 5 സെൻറ്റിമീറ്റർ തന്നെയാണ് വെക്കേണ്ടത്. കാരണം ഇയാൾ എന്താണ്? റോംബസ് ആണ്. അപ്പോൾ സെയിം സൈഡ് 5 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇത് ഡി. ഇനി
നിങ്ങൾക്കറിയാം ഏതൊരു പാരലോഗ്രാം ആണെങ്കിലും അഡ്ജസൻറ്റ് ആംഗിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടണം. അപ്പോൾ ഇയാൾ ഇവിടെ 60 ആണെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സൈഡിന് ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ 120 ആണ്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു 120 മെഷർ ചെയ്തിട്ട് ഈ സൈഡ് വേണമെങ്കിൽ വരയ്ക്കാം, അല്ലെങ്കിൽ ഇയാൾ ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഒരു 60 ഡിഗ്രി മെഷർ ചെയ്തിട്ട് വേണമെങ്കിലും ഇയാളെ വരയ്ക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് ആ രീതിയിൽ വരച്ച് കഴിഞ്ഞാൽ അടുത്ത സൈഡ് കിട്ടും. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുക, അവർ തമ്മിൽ ജസ്റ്റ് ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, അവർ തമ്മിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എന്തായി, എല്ലാ സൈഡും 5 ആയി. ഓക്കെ, എല്ലാ സൈഡും 5 ആയി. ഇയാൾ എന്തായി, ഒരു റോംബസ് ആയിട്ട് മാറി. ഈ ആംഗിൾ എത്രയാണ്, 60. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ എത്ര വരിക, 60. ഓപ്പോസിറ്റ് ആംഗിൾ ഇയാൾ എത്ര വരിക, 120. കാരണം 180 കിട്ടണം, രണ്ടുപേരും അഡ്ജസൻറ്റ് ആംഗിൾസ് ആഡ് ചെയ്താൽ. ഇയാൾ എത്ര വരിക, 120. ഇങ്ങനെയാണ് വരിക. റെഡി അല്ലേ? ഇനി വാട്ട് ഇസ് ലെങ്ത് ഓഫ് ബി ഡി എന്നാണ് ചോദിച്ചത്. ബി ഡി എന്ന് പറയുന്ന ആളുടെ ലെങ്ത്, ബി ഡി ആരാ, ഇയാളാണ് ബി ഡി അല്ലേ. അപ്പോൾ ബി ഡിയുടെ ലെങ്ത് എന്ത് എന്നുള്ളതാണ് അറിയേണ്ടത്. നിങ്ങൾ നോക്കിയേ, നമ്മൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്ത് ഇതേപോലത്തെ ഒരു സംഭവം ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, സർക്കിളൊക്കെ വരച്ചിട്ട് അതിൻ്റെ അകത്ത് ട്രയാങ്കിളൊക്കെ വരുന്നൊരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത് അതിൽ പോലത്തെ ഒരു ക്വസ്റ്റ്യൻ അത്. അവിടെ നമുക്കൊരു ഐസോസിലസ് ട്രയാങ്കിൾ കിട്ടിയതൊക്കെ ഓർമ്മ ഉണ്ടാവും അല്ലേ. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊന്നും ഇനി എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. നിങ്ങൾ നോക്കിയേ, എ ബി എന്ന് പറയുന്ന ആളും എ ബി എന്ന് പറയുന്ന ആളും എ ഡി എന്ന് പറയുന്ന ആളും ഈക്വൽ അല്ലേ, ആണ്. എന്ന് വെച്ചാൽ ഈ രണ്ട് സൈഡും ഈക്വൽ ആയതുകൊണ്ട് അത് ഐസോസിലസ് ട്രയാങ്കിൾ അല്ലേ, ആണ്. അപ്പോൾ ഇയാളുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും ഇയാളുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും ഈക്വൽ ആവണം. അപ്പോൾ ഇത് 60 ആണ്. അപ്പോൾ ബാക്കിയുള്ള രണ്ട് ആംഗിൾസും ഈക്വലും ആവണമെങ്കിൽ 60യുടെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 180 കിട്ടുക, 120 ആഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇത് 60 ആണെങ്കിൽ ഇവിടെയുള്ള ഓരോ ആംഗിൾസും എത്ര വീതമായിരിക്കണം, 60 ആയിരിക്കണം. അപ്പോഴല്ലേ നമുക്ക് ഇവർ രണ്ടുപേരും ഈക്വലുമായി, ഇവർ രണ്ടുപേരും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 120യുമായി. ഇതേ കേസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെയിം കേസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 60 60 60 മൂന്ന് ആംഗിൾസ്. ഇനി നിങ്ങൾ നോക്കിയേ, 60 60 60 വരികയാണെങ്കിൽ അത് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളാണ്. ഈ രണ്ട് സൈഡ്സ് 5 5 ആണെങ്കിൽ ഒബ്വിയസ്ലി തേർഡ് വരുന്ന സൈഡും എന്ത് തന്നെയായിരിക്കും, 5 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. അഥവാ ഇവിടെ കാണാൻ പറഞ്ഞ ബി ഡി എന്ന് പറഞ്ഞ ആളുടെ ലെങ്ത്തും 5 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. പരിപാടി കഴിഞ്ഞു. ഇതെല്ലാം കണക്റ്റഡാണ്. ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ ഈസി ആയിട്ട് മനസ്സിലാക്കി പോകുന്ന ഒരാൾക്ക് ഇതെല്ലാം ഈസിയാണ്, ബോണസ് ആയിട്ട് പോകും. ഒന്നും എക്സ്ട്രാ പഠിക്കാനില്ല, എല്ലാം റെപ്പിറ്റേഷനാണ്. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ക്ലാസ്സിലെ 30 കുട്ടികൾക്ക് ഒരു പരീക്ഷയിൽ കിട്ടിയ മാർക്ക് ചൂടെ കൊടുക്കുന്നു. ആവൃത്തി പട്ടിക തയ്യാറാക്കുക. പ്രിപ്പയർ എ ഫ്രീക്വൻസി ടേബിൾ ഓഫ് ദ ഫോളോയിങ് സ്കോർസ് ഒബ്റ്റൈൻഡ് ബൈ 30 സ്റ്റുഡൻസ് ഇൻ എ ടെസ്റ്റ്. അപ്പോൾ എന്താണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് ഡാറ്റ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ടേബിളാണ് പ്ലോട്ട് ചെയ്യാം. ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ടേബിൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലുള്ള മാർക്കുകൾ നോക്കുകയാണെങ്കിൽ അയാളെ നമുക്കിങ്ങനെ 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50 ഇങ്ങനെ ക്ലാസ്സുകളാക്കാം. 50നേക്കാളും മുകളിൽ എന്തില്ല, ഇതിലാർക്കും മാർക്കില്ല. 50ന് താഴെ വരെ വരുന്നുള്ളൂ. ഇനി 0 to 10 വരെ എത്ര വാല്യൂസ് ഉണ്ട് നോക്കുക. അപ്പോൾ 3 ആളുകളാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇപ്പോൾ 42 അത് ഏത് ക്ലാസ്സിലാണ് വരിക, 42 എന്നുള്ള ഇവിടെ വരും. അപ്പോൾ ഇവിടെ ഒരു ടാലി മാർക്ക് ഇടുക. 21 എവിടെ വരും, ഇതിൽ. അപ്പോൾ അതിലൊരു ടാലി മാർക്ക് ഇടുക. അടുത്ത് 37 വരുമ്പോൾ അത് 30 to 40 വരും. അങ്ങനെ മാർക്ക് ചെയ്ത് എത്ര ടാലി മാർക്ക് ഉണ്ടോ ആ നമ്പർ ഇവിടെ എഴുതുക. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ എത്ര പേര് വരും, അടുത്തിൽ എത്ര പേര് വരും, അടുത്തിൽ എത്ര പേര് എന്നുള്ളൊരു ഐഡിയ എന്ത് ചെയ്യും, സിമ്പിളായിട്ട് അവിടെ നിന്ന് കിട്ടും. ഇത് എല്ലാവർക്കും കിട്ടുന്ന ഈസി മാർക്കാണ്. കാരണം ഇതിൽ കാൽക്കുലേഷൻസ് ഇല്ല, ഒന്നുമില്ല, ജസ്റ്റ് നോക്കി മാത്രം എഴുതിയാൽ മതി. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിലുള്ള ഡാറ്റ ഒന്നും വിട്ടുപോകരുത്. ഏതെങ്കിലും ഒരു ഡാറ്റ വിട്ടുപോയാൽ അവിടുത്തെ ഫ്രീക്വൻസിയിൽ ചേഞ്ച് വരും. ഡാറ്റ വിട്ടുപോകരുത്. ഇനി കുറച്ച് വാല്യൂസ് ഉള്ളൂ എങ്കിൽ, ഇത്രയൊന്നും വാല്യൂസ് ഇല്ലെങ്കിൽ ക്ലാസ് ആക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റായിട്ട് ആ വാല്യൂ ഇത്ര ഉണ്ട്, ഈ വാല്യൂ ഇത്ര ഉണ്ട് എന്നുള്ളത് ഇങ്ങനെ എഴുതി വെച്ചാലും മതി. കുറച്ച് പേര് ഉള്ളെങ്കിൽ, അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ. പക്ഷേ ഇതെന്താ, ഇത് കുറേ പേരുണ്ട്, മാത്രമല്ല പല 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 വാല്യൂസുമാണ്. അപ്പോൾ ഓരോരുത്തരും എഴുതി കഴിഞ്ഞാൽ ഫ്രീക്വൻസി ടേബിൾ അത്രയും ലെങ്ത് ആയി പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇവിടെ ക്ലാസ് ആക്കി മാറ്റുന്നത്. റെഡി അല്ലേ? ഐഡിയ ക്ലിയർ ആണല്ലോ? ഓക്കെ. സോ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. സ്ക്വയർ റൂട്ട് ഓഫ് 1. എന്താ സ്ക്വയർ റൂട്ട് ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ 1 തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാലോ. സ്ക്വയർ റൂട്ട് ഓഫ് 36 6 ആണ്. കാരണം 6ൻ്റെ സ്ക്വയർ ആണ് 36. സ്ക്വയർ റൂട്ട് ഓഫ് 36 6 ആണ്. അടുത്ത് സ്ക്വയർ റൂട്ട് ഓഫ് 36 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 36. ആൻസർ എന്താ വരിക, 36 ആണ്. അത് രണ്ട് രീതിയിൽ മനസ്സിലാക്കാം. ഒന്നാമത്തത് സ്ക്വയർ റൂട്ട് ഓഫ് 36 എന്ന് പറഞ്ഞാൽ 6 ഇതും 6 ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം 6 ഇൻറ്റു 6 അഥവാ 36 എന്ന് വരും. അത് ഒന്നാമത്തെ രീതി. രണ്ടാമത്തെ രീതി ഒരേ വാല്യൂസാണ് ഇവർ. അപ്പോൾ ഈ സ്ക്വയർ റൂട്ടുകൾ രണ്ടും അങ്ങോട്ട് എന്ത് ചെയ്യും, ക്യാൻസലായി പോയിട്ട് ബാക്കി ഉള്ളത്തെ വാല്യൂ മാത്രം ഇവിടെ ഉണ്ടാവുക, 36 മാത്രം. റെഡി അല്ലേ? ഇനി മൈനസ് ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് 36. സ്ക്വയർ റൂട്ട് ഓഫ് 36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 6 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ മൈനസ് ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് 36 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും,
-6 ആയിരിക്കും. കാരണം മൈനസ് അവിടെ പുറത്തവിടെ നിന്നോട്ടെ. √36 ആണല്ലോ, അപ്പോൾ മൈനസ് അതിലിട്ട് കൊടുത്താൽ മതി. അടുത്ത് √1 ഇൻറ്റു -(1). നമുക്ക് ഓരോന്ന് നോക്കാം. √1 എന്ന് പറഞ്ഞാൽ 1 ആണ്, ഇൻറ്റു പിന്നെ മൈനസ് അവിടെ ഉണ്ട്. √1 എന്താ, അതും 1 തന്നെയാണ്. അപ്പോൾ 1 ഇൻറ്റു -1 ആൻസർ എന്ത് വരും, -1 എന്ന് വരും. റെഡി. അടുത്ത് -(√36) ഇൻറ്റു -(√36). അപ്പോൾ ഇവിടെ √36 6 ആണ്. അപ്പോൾ -(√36) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, -6 ആണ് വരിക അല്ലേ. അപ്പോൾ ഇയാൾ -6 ആണ്, ഇൻറ്റു ഇയാളും അതുപോലെ എന്താണ്, -6 ആണ്. -6 ഇൻറ്റു -6 ബേസിക് മാത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 നെഗറ്റീവ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ പോസിറ്റീവാണ് ആൻസർ. -6 ഇൻറ്റു -6 എന്ത് വരും, 36 പോസിറ്റീവ് വാല്യൂ ആണ് വരിക, 36. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യുന്നത്. ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. നമ്മുടെ ഗ്രൂപ്പുകളിൽ പരമാവധി ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് നോട്ട്സും എന്ത് ചെയ്യാം, ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാണാൻ പറ്റും. അതിലെന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് പ്രിപ്പയർ ചെയ്യുക. നല്ല രീതിയിൽ എക്സാം അടിപൊളിയായിട്ട് എഴുതുക. നല്ല മാർക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓഫ് ലക്ക്.